ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ ഹോട്ടൽ സീപ്പേളിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഉന്നത സ്ഥലങ്ങളിൽ വളരെ സ്വാധീനമുള്ളവരാ അതിന്റെ പാർട്ട്നേഴ്സ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തോക്ക് കച്ചവടം ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു 2-3 കൊല്ലം മുമ്പ് നമ്മുടെ കമ്മീഷൻ തന്നെ കുറച്ച് തോക്കുകൾ പിടിച്ചെടുത്തു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെറുതെ വിടേണ്ടി വന്നു. പിന്നെ ബഡാ പാർട്ടികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ്. എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അല്ല, സാറെന്താ പെട്ടെന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചത്? കൊലപാതകങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ റൂം എടുത്ത് മിസ്റ്റർ വിജയകുമാറിന്റെ ഫാമിലിയുടെ പേര് ഇത് കാണുന്നില്ലല്ലോ. അവർ തിങ്കളാഴ്ചയാണ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ അങ്ങൊരു ഫാമിലി ഇവിടെ താമസിച്ചിട്ടില്ല. രജിസ്റ്ററിൽ പേര് ചേർക്കാതെ റൂം കൊടുക്കാറുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല സാർ. വിജയകുമാറും ഫാമിലിയും ഹോട്ടൽ സീപ്പേളിൽ ഉഷ പറഞ്ഞ ദിവസം താമസിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ആ ഹോട്ടലും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. സാർ അവിടെ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ? അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കൊലപാതകി ഉപയോഗിക്കുന്നത് എന്നാണ് എന്റെ ബലമായ സംശയം. അതുകൊണ്ട് ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, പക്ഷേ യു മസ്റ്റ് ബി വെരി കോഷ്യസ്. സർ, ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒന്നും വെക്കണ്ട. എനിക്ക് നല്ല സുഖമില്ല. തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ പറയണത് കുക്കിംഗ് വേണ്ടാന്ന്. ഗുഡ് ഈവനിങ്. ഇവിടെ നല്ലൊരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട്. ഉഷയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട. ഉഷ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെയാണ് ഉഷയുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ശനിയാഴ്ച താമസിക്കണമെന്ന് ആഗ്രഹിച്ചത്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇതൊക്കെ ഒരുതരം എക്സിബിഷനിസം അല്ലേ? ആത്മാർത്ഥത കുറയുമ്പോഴാ പ്രകടനം കൂടുന്നത് അല്ലേ ഉഷേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അതല്ലേ ശരി? എന്താ ടേബിൾ മാനേഴ്സ് ഒക്കെ മറന്നോ? സോറി. ഓക്കെ, എല്ലാറ്റിനും കൂടെ അവസാനം ഒരു സോറി. ഇന്ന് സാറെ കാര്യമൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വല്ല ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്നുണ്ടോ? കേശവനാരെ, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാ. ഒന്ന് ഗവനിച്ചോണം. മറ്റേ പക്ഷേ ഞാനാ
ആ ടെലിഫോൺ ഇൻഡെക്സ് ബുക്കിൽ നിന്ന് മിസ്റ്റർ രാമനാഥന്റെ നമ്പർ നോക്കി പറയൂ. ത്രീ 151528. പിഴച്ച സ്ത്രീകളെ കൊല്ലുക എന്ന ദൗത്യം ഏറ്റെടുത്ത എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണ്. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണിവരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. ഹലോ, സാർ എത്തിയിട്ടില്ല, വരാറായി. ഹലോ, ഉഷയില്ലേ? ഇപ്പൊ തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയല്ലോ സാർ. എത്തിയില്ലേ? ഇല്ല, വീട്ടിലുണ്ടാവും. കയറ്. എന്റെ പൊന്നെ ഹരിയേട്ടാ, എന്നെ രക്ഷിക്കണം. എന്താ ഉഷയത്? എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത് പേടിച്ചിട്ടാണ് ഹരിയേട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നോടല്ലാതെ ഉഷ വേറെ ആരോടാ പറയുക? ഞാൻ എല്ലാം പറയാം ഹരിയേട്ടാ. എന്താന്ന് വെച്ചാ പറയൂ. എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നെന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞതാ. സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാ, പ്ലീസ് കം ഇൻ. ദിസ് വേ. തനിക്കെന്ത് വേണം? ഒന്നും വേണ്ട, തുണി അരിക്കണം. പൂക്കൃതം പറയുന്നു. സമയമില്ല, വേഗം. അയാൾ ഞങ്ങളെ കൊല്ലുമെന്ന നില വന്നപ്പോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്കനുസരിക്കേണ്ടി വന്നു. ആ കെട്ടിപ്പിടിക്ക്. തല ശകലം കൂടി അങ്ങോട്ട്. ശകലം ചരിച്ചേ അങ്ങോട്ട്. ആ, ഇനി വേറൊരു പോസ് നോക്കാം. എന്തുകൊണ്ടാ ഉഷേ
നീ അന്നേ എന്നോട് ഇതൊക്കെ പറയാഞ്ഞത്? നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ. ശരി, പിന്നെന്തൊക്കെയാ നടന്നത്? അയാൾ ഫോട്ടോ എടുത്തോണ്ട് പോയി. ഞാൻ ഓടി പുറത്തിറങ്ങി കാറിൽ കയറി പോന്നു. എന്നിട്ട് പിറ്റേ ദിവസം വിജയ് വിളിച്ചു പറഞ്ഞു, കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഇടിയിപ്പിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച ഞാൻ ഓരോ നുണയുണ്ടാക്കി പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ. നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഹരിയേട്ടനോ, കത്ത് കിട്ടിയ ദിവസം മുതൽ ഹരിയേട്ടൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സത്യം പറ ഹരിയേട്ട, ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഏയ്, ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല. അത് വെറുതെ പറയുക. അല്ലായിരുന്നെങ്കിൽ കത്ത് വന്ന ദിവസം തന്നെ ഹരിയേട്ടൻ എന്നോട് പറയുമായിരുന്നു. എന്തിനാ വെറുതെ ഉഷയെ വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ വരാം. ഇന്നിനി പോണോ? പോണം.